Hi dear students, plus 2 മാത്സിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു 4 വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. കാരണം ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ റിലേഷൻസ് കഴിഞ്ഞ് ഫങ്ഷൻ്റെ ടൈപ്സിൽ 1 on to ഫംഗ്ഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്ന് എക്സാമ്പിൾ സഹിതം പറഞ്ഞിരുന്നു. അതിന് ശേഷം അതിൻ്റെ ഒരു എക്സസൈസ്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോയിലേക്ക് പോവാം. ഓൾറെഡി 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ 6th ക്വസ്റ്റ്യൻ നോക്കാം. Show that f from n to n is given by f of x is equal to x plus 1 if x is odd and x minus 1 if x is even. That means the function has two parts. When it is odd, x is odd, and when it is even, is both 1 1 and 1 2. We have to prove that this function is both 1 1 and 1 2. So how we will prove? Before going to that, you have to identify the mapping. The function is from f from n to n, and the n is the collection of all natural numbers or counting numbers that contain 1 2 3 4 5 6 7 8 etc., and that again 1 2 3 4 5 6 7 8 etc. Now the mapping will be, if x is odd, what are the odd numbers here? This is odd, this is odd, this is odd, this is odd. When x is odd, f of x, that means the x is mapped to what? X plus 1. So what is x plus 1? When it is 1, when x is odd, the function f of x is equal to x plus 1. 1 is odd number, so putting here 1, this will be 1 plus 1, that means 1 maps to 2. Clear? And 3 is odd number, and f of 3 is 3 plus 1, that means this is equal to 4. Again 5 is odd, so f of 5 will be 5 plus 1, that is 6. So each odd number will goes to even number. So 7 goes to 8. Likewise. Similarly, if x is even, the f of x will be x minus 1. So 2 is even, so f of 2 will be 2 minus 1, that is 1. And 4 is even, so f of 4 will be 4 minus 1, that is 3. 6 is even, f of 6 will be 6 minus 1, that is equal to 5. അതായത് ഓഡ് നമ്പേഴ്സ് എല്ലാം മാപ്പ് ചെയ്യുന്നത് ഈവൻ നമ്പേഴ്സിലേക്കാണ്, ഈവൻ നമ്പേഴ്സ് എല്ലാം മാപ്പ് ചെയ്യുന്നത് ഓഡ് നമ്പേഴ്സിലേക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും 2 വ്യത്യസ്ത എലമെൻസിനെ ഒരേ എലമെൻറ്റിലേക്ക്, അപ്പുറത്തെ സെറ്റിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുക. അത് ദാറ്റ് മീൻസ് ഇത് 1 1 ആണോ മിനി 1 ആണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വ്യത്യസ്ത ആൾക്കാർ ഒരേ ആളിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 1 ആവില്ല, പിന്നെ എന്തായിരിക്കും? മിനി 1 ആയിരിക്കും. വാട്ട് അബൌട്ട് ഓൺ ടു? അവിടെയുള്ള ഏതൊരാളെടുത്താലും അയാൾക്ക് ഇവിടെ പ്രീ ഇമേജ് ബാക്കിൽ ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരാളും അവിടെ ഒറ്റക്ക് കിടക്കാൻ പാടില്ല, എന്തില്ലാതെ? പ്രീ ഇമേജ് ഇല്ലാതെ ഒറ്റക്ക് കിടക്കാൻ പാടില്ല. സോ ഇവിടെ 7 എടുത്താലും സ്വാഭാവികമായിട്ടും എല്ലാ ഓഡ് നമ്പേഴ്സിലേക്കും ഇവിടുന്ന് ഈവൻ നമ്പറിൽ നിന്ന് മാപ്പിംഗ് ഉണ്ട്, അവിടെയുള്ള എല്ലാ ഈവൻ നമ്പറിലേക്കും ഇവിടുത്തെ ഓഡ് നമ്പേഴ്സിൽ നിന്നും മാപ്പിംഗ് ഉണ്ട്. സോ ദിസ് ഈസ് ദ തിങ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. സ്പെഷ്യൽ കേസുകൾ, ഓരോ വ്യത്യസ്ത കേസുകളാക്കി എടുത്ത് വേണം നമ്മളിത് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മി ചെക്ക് whether it is 1 1 or not. Take x1 and x2 belongs to n. Take 2 natural numbers from the first collection, that means domain. Now there are lot of possibilities. What are they? x1 odd and x2 is even. This is even, this is odd. Both are odd, both are even. So there are 4 cases actually, but we are taking to only 3 cases. Both are different nature, and both are odd, both are even. Okay, if both are different nature, case 1, if both are different nature, that means x1, let x1 a be odd and x2 be even.
ഞാൻ എന്ത് ചെയ്തു, x1 ഓഡ് എന്നെടുത്തു, x2 ഈവൻ എന്നെടുത്തു. ഇനി എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2, അതായത് ഈ രണ്ട് വ്യത്യസ്ത ആൾക്കാരെ മാപ്പ് ചെയ്യപ്പെടുന്ന ഇമേജുകൾ സെയിം ആയാൽ എന്ത് സംഭവിക്കും നോക്കാം. എഫ് ഓഫ് x1 ഈ ഓഡ്, x1 എന്ന് പറയുന്നത് ഓഡാണ്. x1 ഓഡാണെങ്കിൽ x1 മാപ്പ് ചെയ്യപ്പെടുന്ന എഫ് ഓഫ് x1 എന്തായിരിക്കും, x1 + 1 ആയിരിക്കും. സോ ദിസ് ഈസ് x1 + 1 ഈക്വൽ ടു what about f of x2? What is x2? x2 is even. x2 even ആണെങ്കിൽ f of x2 will be x2 minus 1. So you will have x2 minus 1 here. Now x2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1 അങ്ങോട്ട് കൊണ്ടുപോയാൽ you will get x1 minus x2 equal to minus 1. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ you will get minus 1. plus 1 അങ്ങോട്ട് പോകുമ്പോൾ minus 1. So minus 1 കൂടെ ക്യാൻസൽ ചെയ്ത് കളയരുത് കേട്ടോ. minus 1 become minus 2. x1 minus x2, അതായത് ഇവരെ രണ്ടാം ഡിഫറൻസ് എന്താണ്, -2 ആണ്. ഒന്നുകൂടെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x1 minus x2 ഈ രണ്ട് സൈഡിലും നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തിരിയും. x2 minus x1 ഈക്വൽ ടു ഇതെന്തായി മാറും, 2 ആയി മാറും. സോ ഇതിന് മീനിങ് എന്താ, നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് ഒന്ന് ഓടും ഒന്ന് ഈവനും ആയാൽ അവരുടെ ഡിഫറൻസ് 2 ആയിരിക്കും എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എപ്പോൾ രണ്ടും ഒരേ നമ്പറിലേക്ക് മാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ. പക്ഷേ ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും തമ്മിൽ ഡിഫറൻസ് ഒരിക്കലും 2 വരാൻ പറ്റൂല. കാരണം എന്താ നോക്കാം, ഇവരുടെ ഡിഫറൻസ് എന്താണ്, 2 ആണ്. ഇത് രണ്ടും ഒരേ നാച്ചുറാണ്, ഓഡ്. ഇത് രണ്ടിനും ഡിഫറൻസ് 2 ആണ്. രണ്ടാളെന്താണ്, ഈവൻ നമ്പറാണ്. അതായത് ഡിഫറൻസ് 2 ആയി എടുക്കുന്ന ഏത് രണ്ട് നമ്പർ എടുത്താലും രണ്ടാളും ഒരുപോലെ ഒന്നെങ്കിൽ ഓടായിരിക്കും അല്ലെങ്കിൽ ഈവൻ ആയിരിക്കും. സോ ഇവിടെ രണ്ട് നാച്ചുറൽ എടുത്തിട്ട് നമുക്ക് ഡിഫറൻസ് 2 ആവും പോസിബിൾ ആണോ? ദിസ് ഈസ് നോട്ട് പോസിബിൾ. അതായത് ഒരു ഓഡ് നമ്പറിൻ്റെ ഒരു ഈവൻ നമ്പറിന് ഡിഫറൻസ് എന്താവില്ല, 2 ആവാൻ പറ്റില്ല. സോ ഈ കേസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിത് എഴുതി വെക്കണം. എക്സാമിന് എഴുതുന്ന സമയത്ത് ഇത് എഴുതി വെക്കുന്ന നിർബന്ധമാണ്. കേസ് 1 എന്ന് പറഞ്ഞിട്ട് രണ്ടും വ്യത്യസ്ത നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ ഇത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് കേസിലേക്ക് നമ്മൾ പോകേണ്ടത്. സെക്കൻഡ് കേസ് നോക്കാം. ഇഫ് ബോത്ത് x1 ആൻഡ് x2 ആർ ഈവൻ, രണ്ടാളും ഈവൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 എന്ന് തുടങ്ങി. വാട്ട് ഈസ് എഫ് ഓഫ് x1? x1 and x2 both are even. So even if x is even, f of x will be x minus 1. So x1 even ആയതുകൊണ്ട് f of x1 is x1 minus 1. This is x1 minus 1 equal to x2 is again even number. So f of x2 is x2 minus 1. It is x2 minus 1. സോ രണ്ട് സൈഡിലും കാണാം -1 നേരത്തെ ഒരു സൈഡിൽ +1 മറ്റൊരു സൈഡിൽ -1 ആയതുകൊണ്ട് ക്യാൻസലേഷൻ പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും x1 ഈസ് ഈക്വൽ ടു x2. വാട്ട് യു മീൻ ബൈ ദാറ്റ്? എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ ആയാൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ യു ക്യാൻ സേ ദാറ്റ് therefore f ഈസ് 1 അപ്പോൾ ഫംഗ്ഷൻ 1 ആണെന്ന് കിട്ടി. ഏത് കേസിൽ? സെക്കൻഡ് കേസിൽ. ഫസ്റ്റ് കേസിൽ നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിലും പക്ഷെ നമുക്ക് ആ കേസ് പോസിബിൾ അല്ല എന്ന് നമ്മൾ അത് ഒഴിവാക്കിയത്. ഇനി കേസ് 2 കേസ് 3 മാത്രമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കേസ് 2 ഫംഗ്ഷൻ എന്തായി, 1 ആയി. ഇനി കേസ് 3 കൂടെ നോക്കാം. കേസ് 3 പറഞ്ഞാൽ ഇഫ് ബോത്ത് x1 ആൻഡ് x2 ആർ ഓഡ്, രണ്ടാളും ഓടാണെന്നുണ്ടെങ്കിൽ നോക്കാം. x1 എന്ന് പറയുന്നത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. x1 ഓഡ് ആയതുകൊണ്ട് ഓഡ് ആകുന്ന സമയത്ത് എഫ് ഓഫ് x1 വിൽ ബി x1 + 1. ദിസ് ഈസ് x1 + 1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഈസ് x2 ഓഡാണ്, അതുകൊണ്ട് എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ x2 + 1. ഹിയർ ഈസ് x2 + 1. സെയിം വേ 1 cancel because this is +1 and this is also +1. You can cancel them. You can write that x1 is equal to x2. So that means the function f is 1. So we have only 3 cases. Second case and third case 1 ആണെന്ന് കിട്ടി. ഫസ്റ്റ് കേസ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. Finally you can write f of x is 1. Okay, hence f of x is 1. ഇനി ഓൺ ടു ആണ് ചെക്ക് ചെയ്യാൻ. അപ്പുറത്ത് എടുക്കുന്ന ഏതൊരാൾക്കും പ്രീ ഇമേജ് ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. സോ അപ്പുറത്തുള്ള ആൾക്കാർ നമുക്ക് ഇതേപോലെ ഓഡ് ഈവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ഇതൊക്കെ എന്താണ്, ഓടാണ്. ഈ കളക്ഷൻസ് ഒക്കെ എന്താണ്, ഓഡ്. 1, 3, 5 ഇതൊക്കെ ഓഡ് നമ്പേഴ്സാണ്. ഇനി ഈ കാണുന്ന 2, 4, 6 ഇതെല്ലാം എന്താണ്, ഈവൻ നമ്പേഴ്സാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ മാപ്പിംഗ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇവിടെയുള്ള എക്സ് ഓടാണെങ്കിൽ, ഇവിടെയുള്ള ഒരു എക്സ് ഉണ്ട്, അത് ഓടാണെങ്കിൽ അതിന് എങ്ങോട്ട് മാപ്പ് ചെയ്യും? എഫ് ഓഫ് എക്സ്, എക്സ് ഓടാണെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി x+1, x+1 മാപ്പ് ചെയ്യും. ഇനി ഇപ്പുറത്തുള്ള എക്സ് ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് x-1. എക്സ് ഈവൻ ആയാൽ എഫ് ഓഫ് എക്സ് എന്താണ്? x-1. ഇതുപോലെ നമ്മൾ അപ്പുറത്തൊരു y ചൂസ് ചെയ്യാം. ആ y ഓടാകുന്ന സമയത്തും അതേപോലെ ആ y ഈവൻ ആകുന്ന സമയത്തും നേരെ ബാക്കിൽ ഇപ്പുറത്ത് ആരായിരിക്കും ഉണ്ടാവേണ്ടത് എന്നാണ് നിങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അപ്പുറത്തൊരു ഓട് എടുക്കണമെങ്കിൽ എക്സ് ഓഡ് നമ്പർ ആകുമ്പോൾ ആ ഓഡ് നമ്പറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഇത് ആരാ ശരിക്കും? ഈവൻ നമ്പറാണ്. അപ്പോൾ ഈവൻ നമ്പർ വന്നാൽ അവിടെ ഈവൻ നമ്പർ ഉണ്ട്. ആ ഈവൻ നമ്പറിൻ്റെ പ്രീ ഇമേജ് ആരായിരിക്കണം? ഇതിനേക്കാൾ ഒന്ന് കൂടിയതാണത്. അപ്പോൾ അതിനേക്കാൾ ഒന്ന് കുറവായിരിക്കണം ബാക്കിലുള്ളത്. സോ അപ്പുറത്ത് ഈവൻ നമ്പർ എടുക്കുമ്പോൾ ആ ഈവൻ നമ്പറിനേക്കാളും ഒന്ന് കുറവായിരിക്കണം ഇപ്പുറത്തുള്ള സാധനം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഈവൻ നമ്പർ, അവിടെയുള്ള ഈവൻ നമ്പറിൻ്റെ പ്രീ ഇമേജ് ആരായിരിക്കണം? അതിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കണം. സോ അവിടെ y ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒന്ന് കുറച്ചത്. സോ ദിസ് വിൽ ബി y-1. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. വേറെ മാർഗം എന്ന് വെച്ചാൽ ഇതിന് y എന്ന് കൊടുക്കുക, ഈക്വൽ ടു y എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് പറയാം. എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? +1 അങ്ങോട്ട് ഉണ്ടായാൽ എക്സ് ഈക്വൽ ടു y-1 വരും. അപ്പോൾ ഇതാരാണ്? y-1. അപ്പോൾ y ഈവൻ ആയാൽ y-1ലേക്കാണ് മാപ്പ് ചെയ്യുക. y ഈവൻ ആയാൽ y-1ലേക്കാണ് ബാക്കിലോട്ടുള്ള മാപ്പിംഗ് ഉദ്ദേശിച്ചത്. അപ്പോൾ y-1 എന്ന നമ്പറിൽ നിന്നാണ് അതിലേക്ക് മാപ്പിംഗ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏതൊരു ഈവൻ നമ്പർ എടുത്താലും അതിന് പ്രീ ഇമേജ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി അപ്പുറത്തൊരു ഓഡ് നമ്പർ ചൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 0-1 ഒരിക്കലും -1 ഇവിടെ ഉണ്ടാവില്ല. 0 അവിടെ ഉണ്ടാവുമോ? ഇല്ല. നാച്ചുറൽ നമ്പറിൻ്റെ കളക്ഷൻ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് Z ആണെങ്കിലും പ്രശ്നമില്ല, കാരണം നെഗറ്റീവ് നമ്പേഴ്സും അവിടെ വരും. സോ ഇവിടെ ജസ്റ്റ് മാപ്പിംഗ് വരച്ച് നോക്കിയിട്ട് കൺഫേം ആക്കിയതിന് ശേഷം പ്രൂവ് ചെയ്യാൻ പാടുള്ളൂ. പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ പിന്നെ ഉറപ്പാണ് പ്രൂവ് ചെയ്യാനുള്ളതാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും ഉറപ്പിക്കാം. ഇനി y ഓഡ് ആണെങ്കിൽ എന്ന് സംഭവിക്കാം. y ഓഡ് ആണെന്നുണ്ടെങ്കിൽ നോക്കാം. ഈ എക്സ് ഒരു ഈവൻ നമ്പർ ആകുന്ന സമയത്ത് ഈവൻ നമ്പറിൽ നിന്ന് ഒന്ന് കുറക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ദിസ് ഈസ് ഓഡ് നമ്പർ. അപ്പോൾ y ഓഡ് ആവുന്ന സമയത്ത് അത് ഈ ഫോമിലായിരിക്കും. അത് എവിടെ നിന്നാണ് അതിലേക്ക് മാപ്പിംഗ് വന്നിട്ടുള്ളത്? ഈ നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ തിരിച്ചു വരണമെങ്കിലോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഈവൻ നമ്പറിനെ ഇപ്പോൾ ഒരു 6നെ എടുത്തു, ചൂസ് ചെയ്തു. ഈവൻ നമ്പർ മാപ്ഡ് ടു x-1, ദാറ്റ് മീൻസ് ഓഡ്. അപ്പോൾ 6ൽ നിന്ന് ഒന്ന് കുറച്ച നമ്പറിലേക്കാണ് നമ്മളിവിടെ മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് പറയുമ്പോൾ അതിനേക്കാൾ ഒന്ന് കൂട്ടിയതിലേക്കാണ് തിരിച്ച് പറയേണ്ടത്. ഇവിടെ നാട് പോകുമ്പോൾ -1, അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ +1. സോ നമുക്ക് എഴുതാൻ പറ്റും ഈ y അപ്പുറത്ത് ഓഡ് നമ്പർ ചൂസ് ചെയ്താൽ അതിന് ബാക്കിലുള്ള പ്രീ ഇമേജ്, ഒരു ഓഡ് നമ്പർ അവിടെ ചൂസ് ചെയ്താൽ പ്രീ ഇമേജ് അതിനേക്കാൾ ഒന്ന് കൂട്ടിയതാണ്. സോ ദിസ് ഈസ് y+1. ഇനി നമുക്കിത് എഴുതി കൊടുക്കാം. ഫോർ y ബിലോങ്സ് ടു n. അപ്പുറത്തെ തന്നെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് ഡൊമൈൻ ആൻഡ് ദാറ്റ് ഈസ് കോഡൊമൈൻ. we have for y belongs to n, അപ്പുറത്തൊരു y ചൂസ് ചെയ്യുന്നു. we have if y is even and if y is odd. അങ്ങനെ രണ്ട് കേസായിട്ട് എടുക്കാം. y ഈവൻ ആകുമ്പോഴും y ഓഡ് ആകുമ്പോഴും അത് അവിടെ അപ്പുറത്ത് ഉള്ള ആ സാധനത്തിന് പ്രീ ഇമേജ് ഉണ്ട് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇഫ് y ഈസ് ഈവൻ, y ഈവൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? y-1ൽ നിന്നാണ് മാപ്പിംഗ് പോവേണ്ടത്. there exist there exists y-1 in n, that is the domain. എങ്ങനെ? such that y ഈവൻ ആകുമ്പോൾ y-1 എന്താണ്? ഓഡാണ്. f of y-1, ഈ y-1ന് ഞാൻ f അപ്ലൈ ചെയ്താൽ that is equal to, ഇത് ഈവൻ ആണെങ്കിൽ ഇത് ഓഡാണെന്ന് പറഞ്ഞു, ഇത് ഓഡാണെങ്കിൽ എഫ് ഓഫ് ഒരു ഓഡ് എന്താണ്? എഫ് ഓഫ് ഓഡ് എന്ന് പറഞ്ഞാൽ ആ ഓഡ് +1. അപ്പോൾ ആ ഓഡ് നമ്പർ +1 വിൽ ബി y എന്ന് വെച്ചാൽ ആ വൈയിലേക്ക് മാപ്പിംഗ് പോകുന്നുണ്ട് എന്നർത്ഥം. ഇനി അതുപോലെ ഇഫ് y ഈസ് ഓഡ്, അതായത് അപ്പുറത്തെ y ഓഡാണെങ്കിൽ ഇപ്പുറത്തുള്ള മാപ്പിംഗ് ആരാണ്? y+1. അതായത് ഇതിൻ്റെ പ്രീ ഇമേജ് ഇതാണ്. പ്രീ ഇമേജ് ആണ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിൻ്റെ ഇമേജ് അതാണെന്നാണ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഇമേജ് y ആയിരിക്കും എന്ന് നമ്മൾ പറയണം. ഇഫ് y ഈസ് ഓഡ്, അപ്പോൾ നമുക്ക് എഴുതാം there exist എന്നാണ് y+1 belongs to n. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ y അല്ല, നേരത്തെ പറഞ്ഞ y ഈവൻ ആകുമ്പോൾ y-1 ഉണ്ടാവുന്ന പറയാം. ഇപ്പോൾ പറഞ്ഞത് y ഓഡാണെങ്കിൽ y+1 ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഓക്കെ അല്ലേ?
സിമ്പിളായിട്ട് നോക്കാം. y ഓഡ് ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒന്ന് കൂട്ടിയ നമ്പർ ഇപ്പുറത്തുണ്ടായിരിക്കും. ഇനി y ഈവൻ ആണെങ്കിൽ അതിനേക്കാൾ കുറച്ച നമ്പർ ഇവിടെ ഉണ്ടായിരിക്കും. റെഡി? സോ നൗ y plus 1 belongs to n if such that this is the domain such that f of y plus 1 is equal to ഇവിടെയുള്ള y plus 1 എങ്ങോട്ട് മാപ്പ് ചെയ്യും? ഇതൊരു ഓഡ് നമ്പറാണ്. y എന്താണ്? ഓഡ് നമ്പർ ആണെങ്കിൽ y plus 1 എന്താണ്? ഈവൻ ആവും. അങ്ങനെ y plus 1 എന്ന ഈവൻ നമ്പറിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ഈവൻ നമ്പറിനെ മാപ്പ് ചെയ്യുന്നത് ആ ഈവൻ നമ്പർ -1ലേക്ക്. സോ യു ക്യാൻ റൈറ്റ് y plus 1 എന്ന ഈവൻ നമ്പർ -1 that is equal to y. Therefore the function f is onto. അതായത് അപ്പുറത്ത് നിങ്ങൾ ഏതൊരു y എടുത്താലും ആ y ഈവൻ ആയിക്കോട്ടെ ഓഡ് ആയിക്കോട്ടെ രണ്ട് കേസുകളിലും അതിന് പ്രീ ഇമേജ് ഇപ്പുറത്ത് ഉണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ് ഈ ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത് ആ ഓൺ ടു എന്ന് പറയുന്ന കേസ് പറഞ്ഞിട്ടുള്ളത് അപ്പുറത്ത് ഓഡ് നമ്പർ ഈവൻ നമ്പർ എന്ന് പറയുന്നതിന് പകരം 2r 2r+1 എന്ന് പറയുന്ന രണ്ട് കേസ് എടുത്ത് കാണാണ്. അപ്പോൾ ഈവൻ നമ്പറിന് 2r എടുത്തു, ഓഡ് നമ്പേഴ്സിന് 2r+1 എടുത്തിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ y വെച്ചുകൊണ്ട് പറഞ്ഞത്. സോ അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും റിവൈൻഡ് ചെയ്ത് വീണ്ടും കാണുക. എന്നിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. Here is your next question. Show that an onto function f from set 1 2 3 to set 1 2 3 is always 1 1. അതായത് ഒരു ഓൺടു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് അവിടെ കാർഡിനാലിറ്റി സെയിം ആയാൽ മതി. 1 2 3 എന്ന് 1 2 3 തന്നെ പോകണം നിർബന്ധമില്ല. അപ്പോൾ ABC-യിൽ നിന്ന് 1 2 3ലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാർഡിനാലിറ്റി സെയിം ആയിട്ടുള്ള രണ്ട് സെറ്റുകളുടെ ഇടയിൽ ഓൺടു ഫംഗ്ഷൻ ആണെങ്കിൽ അത് 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? We prove by contradiction if f is not 1 1 1 1 അല്ല എങ്കിൽ there exist two elements, say 1 and 2. 1 or 2 നമുക്ക് എടുക്കാം with the same image, let that is 2. Then the image of 3 can only one of the two elements in the codomain. 1 ൻ്റെ 2ൻ്റെ ഇമേജ് 2 ആണ് എങ്കിൽ 3യുടെ ഇമേജ് അപ്പുറത്തെ കോഡോമൈനിൽ 1 അല്ലെങ്കിൽ 3 ഏതെങ്കിലും ഒന്നേ സംഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1ലേക്ക് പോയാൽ മറ്റേലേക്ക് പോകില്ല, 3ലേക്കാണ് മാപ്പ് എന്നെങ്കിൽ 1ലേക്ക് പോകില്ല. അതുകൊണ്ട് ഇതെന്താവില്ല, ഓൺ ടു ആയിരിക്കില്ല. സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ബിക്കോസ് അവർ അസംഷൻ ഫസ്റ്റ് വൺ ഈസ് ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഫംഗ്ഷൻ. സോ ഇവിടെ ഓൺ ടു ആകാൻ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണ്? കോൺട്രഡിക്ഷനാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത്. സോ ഇത് അവൽ എന്താണ്? നിർബന്ധമാണ്. സോ എഫ് ഷുഡ് ബി 1 1. You have another question. Show that a 1 1 function f from set 1 2 3 to set 1 2 3 must be onto. നമ്മൾ നേരത്തെ പറഞ്ഞതിന് നേരെ തിരിച്ച് 1 2 3 എന്ന സെറ്റിൽ നിന്ന് 1 2 3 എന്ന സെറ്റിലേക്ക് തന്നെയാണ് ഫംഗ്ഷൻ പോകുന്നത്. ഇവിടെ 1 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ടു ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് എങ്ങനെ എഴുതാം? സിൻസ് എഫ് ഈസ് 1 1, 3 elements of the domain set 1 2 3 must be taken to 3 different elements of the codomain set 1 2 3. That is the codomain, this is the domain under f. എന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റിലുള്ള 3 ആൾക്കാരെ അപ്പുറത്തെ സെറ്റിലുള്ള 3 വ്യത്യസ്ത ആളിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 1നെ ഞാൻ ഒരു എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്താൽ പിന്നെ ഒരിക്കലും മറ്റു ആൾക്കാരെ അതിലേക്ക് മാപ്പിങ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇവർ 3 ആൾക്കാർ 3 ഡിഫറെൻറ്റ് എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ദ ഫംഗ്ഷൻ ഈസ് 1 1. ഓക്കെ, അങ്ങനെ 3 വ്യത്യസ്ത ആളിലേക്ക് മാപ്പ് ചെയ്താൽ അവിടെ ആരെങ്കിലും ബാക്കി കിടക്കുക? ഇല്ല, കാരണം അവിടെ 3 എലമെൻറ്റ്സ് മാത്രമായതുകൊണ്ട് ആരും അവിടെ ബാക്കി ഉണ്ടാവില്ല. ഹെൻസ് ദ ഫംഗ്ഷൻ എഫ് ഹാസ് ടു ബി ഓൺ ടു. ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം, കാരണം ഇനി പുതിയ ടോപ്പിക്കാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസും അതേപോലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസൊക്കെ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തത് 1.2 സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സസൈസ് 1.2ൽ ഒരു 1 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ തൊട്ടുമ്പത്തെ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് 1 to 12 ക്വസ്റ്റ്യൻസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ അതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എത്തിക്കുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊക്കെയാണ് എക്സസൈസ് ക്വസ്റ്റ്യൻസ്. അതൊന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.